വാഴ എന്ന് പറയുന്ന ഒരു സിനിമ, വാഴ 1ഉം വാഴ 2ഉം. അങ്ങനെ വാഴ 2 കാണാൻ വേണ്ടി ഞാൻ പോയായിരുന്നു. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, എൻ്റെ കുഞ്ഞു മക്കളെ നിങ്ങൾ പോയിട്ട് ആ സിനിമ കാണരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സംവിധായകൻ്റെ മാത്രം സിനിമയാണ്. അതായത് ആ സംവിധായകൻ വിചാരിക്കുന്നത് കുട്ടികളെല്ലാം ഇങ്ങനെയാണെന്നാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ 2 അടിക്കുക, അതുപോലെ തന്നെ വലിക്കുക, പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാക്കുക, ഇതൊക്കെയാണ് കുട്ടികളെ ഇപ്പോഴും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. പിന്നെ അവസാനം എന്ന് പറഞ്ഞാൽ അവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോയിട്ട് രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഇൻസ്പെക്ടർ വന്ന് പറയുന്നുണ്ട് കളിക്കാൻ സ്ഥലമില്ലായിട്ടാണ്, മണ്ണാങ്കട്ടിയിലായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു സിനിമ, ഈ സിനിമ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ പറയുക, ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു വില കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടത് എന്ന് ഇവരുടെ മനസ്സിലേക്ക് അങ്ങ് കുത്തി കയറ്റുകയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ പഠിക്കുന്ന സമയം മുതൽ ഇവരങ്ങ് തുടങ്ങുവാണെന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഈ 19th കിഡ്സ് അല്ലെങ്കിൽ 18th കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണമുണ്ട്. അവരൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമക്ക് പോലും പോകാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, 10ാം ക്ലാസ് കഴിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലൊന്നും അനധികൃതമായിട്ട് ഒരു പൈസ പോലും വരില്ല. അഥവാ ഒരു 5 പൈസയോ 10 പൈസയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു മുട്ടായി വാങ്ങിച്ചു എന്നല്ലാതെ കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു സോപ്പ് വാങ്ങിക്കാൻ നമ്മളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ 2 കഷ്ണം സോപ്പിനെന്ന് പറഞ്ഞത് 80 പൈസയാണ്. നമ്പർ 10 ആണ് അതിൻ്റെ പേര്. 20 പൈസ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, 2 നാരങ്ങ മുട്ടായി മേടിക്കാം. ഇതാണ് നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലം എന്ന് പറയാം. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ഗൂഗിൾ പേ ഉണ്ട്, ATM ഉണ്ട്, അതുപോലെ തന്നെ അയച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ട്, മൊബൈലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസയുണ്ട്. അതുകൊണ്ട് വഴി തെറ്റി പോകാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും പോയിട്ട് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയുള്ള കുട്ടികൾക്ക് ആദ്യം ഫ്രീ ആയിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇതിനു വേണ്ടിയിട്ട് പിന്നെ മോഷ്ടിക്കാൻ തുടങ്ങും. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയാകും. പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകൾ, ഈ വാഴകൾ പോലെയുള്ള സിനിമകൾ ഗുണത്തേക്കാൾ ഏറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമാണ് ചെയ്യുന്നത്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജിലൊക്കെ ഒരു ട്രെൻഡിങ് ആണ്, അതുപോലെ സ്കൂളിലൊക്കെ ഒരു ട്രെൻഡിങ് ആണ്. എന്താ പറയുക, വാഴ കാണണം എന്ന്. അപ്പോൾ വാഴ കാണാൻ പോകരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള സിനിമകളൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആവേശം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിന്. ആവേശം സിനിമ ഇറങ്ങിയപ്പോൾ ബാംഗ്ലൂരിലുള്ള പഠിക്കുന്ന കുട്ടികളെല്ലാം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രംഗണ്ണനാകാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വഴിതെറ്റി പോയിട്ടുണ്ട്. അങ്ങനെ വഴിതെറ്റി പോയിട്ട് പഠിത്തവും മതിയാക്കി നിർത്തി വന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ MG റോഡ് പോയി കഴിഞ്ഞാൽ പബ്ബിലും ആടിയിടിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്ററായിട്ട് നിൽക്കുന്ന കുറേ ടീമുകളുണ്ടാവും. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ BSc നേഴ്സിങ്ങിന് പഠിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ പഠിക്കാനോ അങ്ങനെയൊക്കെ വന്നിട്ട് ഇവിടുന്ന് ജീവിതം കുട്ടിച്ചോറായിട്ട് നാരായണക്കല്ലായി പോയ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നല്ലേ, ഇന്ന് തന്നെ പോയിട്ട് ബാംഗ്ലൂരിൽ പോയിട്ട് പബ്ബിൽ പോയിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്കറിയാവുന്ന ഒരു കാര്യം വെച്ചിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ ഇയാൾ പറഞ്ഞല്ലേ, എന്നാൽ ഇന്ന് തന്നെ ബാംഗ്ലൂരിൽ പോയിട്ട് ഒന്ന് അന്വേഷിച്ചേക്കാം പബ്ബിൽ കയറിയിട്ട്. ഏട്ടാ നിങ്ങളാണോ മറ്റേ ഈ പിന്നെ BSc നേഴ്സിങ്ങിന് വന്നിട്ട് അങ്ങനെ ചോദിക്കണ്ട. കാരണം ആളെ പേരോ അല്ലെങ്കിൽ പബ്ബിൻ്റെ പേരോ ഒന്നും പറയാൻ ഞാൻ അത്ര മണ്ടനല്ല. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, അതുപോലെ ജീവിതം നശിക്കുന്ന ഒരുപാട് പേര് ബാംഗ്ലൂരുണ്ട്. ആവേശം സിനിമ കണ്ടിട്ട് തന്നെയാണ്, വേറെ ഒന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ ആവേശം സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കിതാണ് വലുത് എന്ന് പറയുന്ന കുറേ ടീമുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വന്നവനെയും കൂടിയിട്ട് മോശമാക്കുന്ന ടീമുകളുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന് അച്ഛനും അമ്മയും വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് കൊണ്ടുവന്ന് ആക്കുന്നതായിരിക്കും. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെന്താ ചെയ്യാന്നറിയാം, ഇങ്ങനെയുള്ള ഗ്യാങ്ങിൻ്റെ കൂടെ ചേർന്നിട്ട് ഗ്യാങ് ലീഡറാവുക. ഇവർക്കൊക്കെ ഒരു വാക്കുണ്ട്, എന്താ അറിയാ, ഇപ്പം മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ കുടുംബമായി കുട്ടികളായി പിന്നൊന്നും നടക്കൂല. ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നൊന്നും നടക്കൂല. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നമുക്കൊന്ന് നേഴ്സിംഗ് വിജയിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്കങ്ങ് വിദേശത്ത് പോയിക്കൂടെ. അതാണ് ചിലവന്മാരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൊന്നു മക്കളെ, ഇതിൻ്റെ അകത്ത് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുക്കേണ്ടി വരും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നുള്ള പല സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കളെ വഴിതെറ്റിക്കുന്നത് തന്നെയാണ്. നിങ്ങളെല്ലാവരും പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെ മാധ്യമങ്ങൾ പറയുന്നുണ്ട്, നാട്ടുകാർ പറയുന്നുണ്ട്, കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് ഇതുപോലെ മരുന്നുകളും മറ്റേതും നമ്മുടെ നാട്ടിലേക്ക് സുലഭമായി വരാൻ തുടങ്ങിയത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണക്കാർ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ സിനിമാക്കാർ തന്നെയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു 10 വർഷം മുമ്പ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നടനെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 നടിമാരുടെ കൂടെ അർദ്ധനഗ്നനായിട്ട് കിടക്കുന്ന ഇവനെ പിടിച്ച് അറസ്റ്റ് ചെയ്തിന്. എന്നിട്ട് പിന്നീട് എന്ന് പറഞ്ഞവൻ്റെ കേസെല്ലാം തള്ളിപ്പോയിനി. ഏതായാലും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് കോപ്പൊടിയാകാൻ വേണ്ടിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഏത് നിമിഷം വേണമെങ്കിലും ഇത് കോപ്പൊടിയാവുമായിരുന്നു.
അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ അതൊക്കെ ഒരു 10 വർഷം മുന്നേ അറിഞ്ഞാന്ന്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുഗുളിക പോലെയാന്ന് എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന ഒരു തരത്തിലേക്ക് വന്നു. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് ഒരു മണ്ണാങ്കട്ടിയല്ല, നമ്മുടെ നാട്, നമ്മുടെ സിനിമാക്കാർ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സിനിമകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും പല സിനിമകളും കാണുമ്പോഴും ഞാൻ വിചാരിക്കലുണ്ട്, അതായത് മറ്റേ സാധനം ഉണ്ടല്ലോ MDMI ABCD EFG HIJK LMNOP ഇതിൻ്റെ എല്ലാം പരസ്യമാണെന്ന് ഞാൻ കേൾക്കാറായിരുന്നു. സത്യം പറയാലോ, ഈ പ്രായത്തിൻ്റെ ഇടയിൽ 40-45 വയസ്സായി പ്രായത്തിൻ്റെ ഇടയിൽ ഇതുവരെ ഇങ്ങനെയൊരു സംഭവം ഞാനൊന്നും കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണോ? ഇപ്പോഴത്തെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചില ടീമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രസത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമല്ലടാ, ഒരു പ്രാവശ്യം ഇതിനിടയ്ക്ക് ഒരു നടൻ നാണവും മാനവും ഇല്ലാണ്ട് വന്ന് പറയുന്നുണ്ട്, പണ്ട് ഞാൻ ഇതിൻ്റെ ആൾ തന്നെയായിരുന്നു, ഈ MDMAൻ്റെ ആൾ തന്നെയായിരുന്നു, ഒന്നും നാണവും മാനവും ഇല്ലാതെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊക്കെ ആസ്വദിച്ചു, പിന്നീട് ഞാൻ ഇതൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ സിനിമയിലേക്ക് വന്നു. അപ്പം ഇവൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയാം, ഇതിന് വേണ്ടിയിട്ട് പോയിട്ട് പോകും. എന്നാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് നിർത്താലോ എന്ന് കരുതിയിട്ട് എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ പിന്നെ ഭ്രാന്തനായിട്ടായിരിക്കും പുറത്തു വരുന്നത്. ഇവിടെയുള്ള സിനിമാക്കാരും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ പരസ്യക്കാർ തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് മദ്യത്തിൻ്റെയും മദിരാക്ഷികളുടെയും മറ്റേ മയക്കുമരുന്നിൻ്റെയും പരസ്യക്കാരായിട്ട് തന്നെയാണ് ഞാൻ ഇവരെയൊക്കെ കണക്കുകൂട്ടുന്നത്. പല ന്യൂജൻ സിനിമകളിൽ ന്യൂജൻ എന്ന് പറയുന്ന പേരിൽ ഇറങ്ങുന്ന സിനിമകൾ, അതിൻ്റെ അകത്തൊക്കെ എന്തൊരു കലാമൂല്യമാണോ ഉള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു സിനിമയുണ്ടോ മര്യാദയ്ക്ക് വിജയിച്ച ഏതെങ്കിലും ഒരു സിനിമയുണ്ടാ? പ്രേമമായാലും തൊങ്ങായാലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സ് വളരെ മോശപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ നമ്മുടെ നാടിന് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങളും തന്നെയാണ്. മയക്കുമരുന്നിൻ്റെ ഉപയോഗത്താൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങൾ നശിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ ഭാവി പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും നശിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇതിനിടയ്ക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചപ്പോഴേ, അതായത് ആ ഒരു സ്ത്രീ, ആ യുവതി 3 പേരുടെ കൂടെയാണ് അവിടെ പങ്കിട്ടത് എന്നാണ് പറയുന്നത്. ഈ പെണ്ണ് അറിഞ്ഞിട്ടും കൂടിയില്ല. കാരണം എന്താ പറയുക, ഇതിൻ്റെ മത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയുന്നില്ലല്ലോ. കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവനെല്ലാം മൊബൈലിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ വീട്ടിലുള്ള കുട്ടികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത്താഴ പ്രശ്നക്കാരായ അച്ഛൻ്റെയോ അമ്മയുടെ മക്കളല്ല. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ മുകളിലാണ് ചില ആൾക്കാർ ഈ ഹുങ്ക് കാണിക്കുന്നത് എന്നുള്ള ഓർമ്മ വേണം. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്ന സിനിമയിലുള്ള മാറ്റങ്ങളും, അതുപോലെ സിനിമാക്കാർക്കിടയിലുള്ള പരസ്യങ്ങളും, അവരുടെ ഇൻ്റർവ്യൂകളും, ആ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എഴുന്നേറ്റ് ഓടുക, അതുപോലെ തന്നെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുക, ഇതൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴെന്താ അവനൊക്കെ തമാശ കാണിക്കുന്നത്, അന്ന് നോർമലാണ്. അവനൊന്നും നോർമലല്ല. അവനൊക്കെ കാണിക്കുന്നത് ഒറിജിനൽ തന്നെയാണ്. അവിടുന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എഴുന്നേറ്റ് ഓടുന്നതും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തുള്ള ചില വൃത്തികെട്ട തിയേറ്ററുകളുണ്ട്. അതായത് അവിടെയൊക്കെ പോയിട്ട് തന്നെ സിനിമ എന്ന് പറയുന്ന ഈ സംഭവം കാണിച്ചിട്ട് അവിടെയൊക്കെ ഇതിൻ്റെ പുറകെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വാഴ പോലെയുള്ള സിനിമ, ആവേശം പോലെയുള്ള സിനിമ, ഇങ്ങനെയുള്ള സിനിമകൾ ഒരുപാട് കുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവരൊക്കെ ബാംഗ്ലൂരിലുള്ള തെരുവുകളിൽ നിന്ന് ഇതെന്നാ പറയുക അലയുന്നുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ വിചാരിക്കുമ്പോൾ ആരെയും കാണൂല, പക്ഷേ ഓരോ കുടുംബവും അനുഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ആവേശവും അതുപോലെ തന്നെ വാഴയും കാണാനൊന്നും എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ പോകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. പിന്നെ ബാലകൃഷ്ണൻ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ഞാനിതിവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ആ ഒരു പാത പിന്തുടർന്നിട്ടുണ്ട്. അപ്പോൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ അതേ പാത തന്നെയല്ലേ പിന്തുടരുക. ബൈ ബൈ.